പറയുക 99 അല്ല, അതിൽ നിന്ന് മാറിപ്പോയ ആ ഒരെണ്ണത്തിനെ തേടി ഇടയൻ മടങ്ങി വരുന്ന ഒരു നല്ല ഇടയനോടാ ഞാൻ നിങ്ങളും പ്രാർത്ഥിക്കുന്നത്. കളഞ്ഞു പോയതിന് വേണ്ട എന്ന് വെക്കുന്ന ലോകത്ത് പ്രൈസ് ദി ലോർഡ്, മനുഷ്യൻ ഒരു പക്ഷേ എന്തെങ്കിലും ബലഹീനത സംഭവിച്ചു കഴിഞ്ഞാൽ അവനെ ചവിട്ടി താഴ്ത്തി പുറകോട്ട് മാറ്റിക്കളയുന്ന ഈ ലോകത്ത് എന്നെയും നിങ്ങളെയും തേടി വരുന്ന ഒരു കർത്താവ്, ഹല്ലേലൂയ. ആരും വരാതിരിക്കുന്നിടത്ത്, ആരും തിരിഞ്ഞു നോക്കാതിരിക്കുമ്പോ, ആരും കൈതരാതിരിക്കുമ്പോ, ആരും ഒന്ന് ചേർത്ത് പിടിപ്പാൻ മടി കാണിക്കുന്ന സമയത്ത് എന്നെയും നിങ്ങളെയും ചേർത്ത് പിടിപ്പാൻ, എന്നോട് നിങ്ങളോട് ചേർന്ന് നടക്കുവാൻ കർത്താവ് പറയുക, കൂരിന് താഴ്വരയിൽ നീ കൂടെ നടന്നാലും ഞാൻ നിന്നെ കൈവിടത്തില്ല. പ്രൈസ് ദി ലോർഡ്. 99 വിട്ടേച്ച് ഒരെണ്ണത്തിനെ തേടി വരുക. യേശു കർത്താവ് ദൈവസഭയെ കുറിച്ച് ഉപമിച്ചപ്പോ പലതിനെയും ചേർത്ത് പറയുകയുണ്ടായി അല്ലേ. മണവാട്ടി എന്ന് പറഞ്ഞു, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. തലയും ശരീരവും എന്ന് പറഞ്ഞു, ഇല്ലയോ? ശരീരവും തലയും ശരീരവും എന്ന് പറഞ്ഞു. ശരീരത്തിന്റെ അവയവങ്ങളാണ് നമ്മൾ ഓരോരുത്തരെന്ന് പറഞ്ഞു, പ്രൈസ് ദി ലോർഡ്. അതുപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട്, സ്തോത്രം, മണവാളനും മണവാട്ടിയും എന്ന് പറഞ്ഞു. അങ്ങനെ പല പല ഉദാഹരണങ്ങൾ പറഞ്ഞേച്ച് യേശു കർത്താവ് പറഞ്ഞ വേറൊരു ഉദാഹരണമാണ് ഇടയനും ആടുകളും. അതെന്താ ആടിനെ കുറിച്ച് പറഞ്ഞേ? അതെന്താ? വലിയ ആനയുണ്ട്, ഒട്ടകമുണ്ട്, പ്രൈസ് ദി ലോർഡ്, സിംഹമുണ്ട്. കാട്ടിലെ രാജാവ് സിംഹം. മൃഗങ്ങളിൽ വലിയ മൃഗമാണ് ആന, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. എല്ലാറ്റിലും ഏറ്റവും പാവം പിടിച്ച മൃഗം എന്ന് പറയുന്നത് മാന. അങ്ങനെ പല മൃഗങ്ങളെയും പറയുന്ന കൂട്ടത്തില് പലതിനെയും മാറ്റി നിർത്തിയിട്ട് എന്തിനെ കുറിച്ചാണ് പറഞ്ഞേ? ആടിനെ കുറിച്ച്. അത് ആടിനെ കുറിച്ച് ദൈവസഭയും ആടുമായിട്ട് കണക്ട് ചെയ്തത്. നിങ്ങൾ ഈ ആടുകളെ ശ്രദ്ധിച്ചാൽ, നമ്മൾ ഈ പറയുന്ന ഈ മുട്ടനാടനല്ല, സ്തോത്രം, ചെമ്മരി ആടും നമ്മൾ വീട്ടിലൊക്കെ വളർത്തുന്നില്ലേ, കൊമ്പില്ലാത്ത നമ്മൾ വീട്ടിലൊക്കെ വളർത്തുന്ന ഈ സാധാരണ ആടിനെ കുറിച്ചാണ് ഇത് പറയുന്നത്. ഈ ആടുകളുടെ പ്രത്യേകത ഒന്ന്, ഇത് നിസ്സഹായരാ. നമ്മൾ എന്തെങ്കിലും ആടിനെ കുറിച്ച് പറയുമ്പോൾ അയ്യോ അതൊരു പാവം പിടിച്ച ആടല്ലേ എന്ന് പറയും അല്ലേ. പാവം ആടെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്നൊരു അയ്യോ പാവം തോന്നും. കാര്യം എന്തുവാ? അതിനെ കണ്ടാലും അത് പാവോ, അത് വിളിക്കുന്നതും പാവം പോലെയാ, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ആടുകളെ കണ്ടു കഴിയുമ്പോൾ നമ്മൾ പെട്ടെന്ന് അതിനോടൊരു അയ്യോ ഭാവം തോന്നും. അതിന് വലിയ കൊമ്പുകളില്ല, പ്രൈസ് ദി ലോർഡ്, എന്ന് പറഞ്ഞാൽ അതിനെതിരെ ശത്രുക്കൾ വന്നാൽ അതിനോട് ഇടിച്ചു നിൽക്കത്തക്ക രീതിയിലൊന്നും ഇല്ല. നിങ്ങൾ ശ്രദ്ധിച്ച്, ഈ ആടുകൾക്ക് വലിയ കൂർത്ത, ചില മൃഗങ്ങൾക്കെല്ലാം നിങ്ങൾ ഏത് മൃഗങ്ങൾ എടുത്താലും, സിംഹമായാലും പുലിയായാലും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അതിന് വലിയ കൂർത്ത നഖങ്ങളുണ്ട്. ശത്രു വന്നാൽ എന്ത് ചെയ്യും? അത് ആക്രമിക്കും. ഇതിനെ ആക്രമിക്കാൻ പറ്റത്തില്ല, പ്രൈസ് ദി ലോർഡ്. ഇത് നിസ്സഹായതാണ്. എന്നാൽ ആട് സേഫ് ആയിരിക്കുന്ന ഒരൊറ്റ സ്ഥലമേ ഉള്ളൂ. എന്തെന്നറിയാമോ? ഇടയന്റെ അടുക്കൽ, പ്രൈസ് ദി ലോർഡ്. ആടിന് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റത്തില്ല, പ്രൈസ് ദി ലോർഡ്. ഏതെങ്കിലും ആട് ഞാൻ ഒറ്റയ്ക്ക് നിന്നോളാം, എനിക്ക് ശരീരമുണ്ട്, എനിക്ക് നല്ല ആഹാര വടിവുണ്ട്, പ്രൈസ് ദി ലോർഡ്, എനിക്ക് ആരോഗ്യമുണ്ട്, എനിക്ക് ഇച്ചിരി പൈസ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് നല്ല, പ്രൈസ് ദി ലോർഡ്, നല്ല ആഹാരവും പച്ചപ്പൊക്കെ എനിക്ക് ഉണ്ട്, അതുകൊണ്ട് എനിക്ക് ഒറ്റയ്ക്ക് നിൽക്കാമെന്ന് ഏതെങ്കിലും ഒരു ആട് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാ. ഒരാടിനും ഇടയനെ കൂടാതെ നിൽപ്പാനായിട്ട് പറ്റത്തില്ല, പ്രൈസ് ദി ലോർഡ്. ഞാനും നിങ്ങളൊക്കെ നിൽക്കുന്നത് ഇടയനുള്ളത് കൊണ്ടാണ്, പ്രൈസ് ദി ലോർഡ്. ഞാനും നിങ്ങളൊക്കെ നിൽക്കുന്നത് ഇടയനുള്ളത് കൊണ്ടാണ്. ഇടയന്റെ അടുക്കൽ നിന്ന് കൂട്ടം തെറ്റിപ്പോകുന്ന ആടിന് എപ്പോഴും പ്രശ്നമാണ്, പ്രൈസ് ദി ലോർഡ്. നമ്മൾ ചിന്തിക്കും, പ്രൈസ് ദി ലോർഡ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഇത്രയും വർഷത്തെ പരിജ്ഞാനം ഉണ്ടല്ലോ, പരിചയമുണ്ടല്ലോ, അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ല. കുഞ്ഞുങ്ങളെ, നിങ്ങൾ എപ്പോഴും ഇടയന്റെ കൂടെ തന്നെ നടക്കണം, സ്തോത്രം. യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം. അവന് വാതിൽ കാവൽക്കാരൻ തുറന്നു കൊടുക്കുന്നു, ആടുകൾ അവന്റെ ശബ്ദം കേൾക്കുന്നു, തന്റെ ആടുകളെ അവൻ പേർ ചൊല്ലി വിളിച്ച് പുറത്തു കൊണ്ട് പോകുന്നു. അവന് വാതിൽ കാവൽക്കാരൻ തുറന്നു കൊടുക്കുന്നു, ആടുകൾ അവന്റെ ശബ്ദം കേൾക്കുന്നു. ഈ ആടുകൾക്ക് ഇടയന്റെ ശബ്ദം അറിയാം, പ്രൈസ് ദി ലോർഡ്. ഒരാടും ഇത് പറഞ്ഞിരിക്കുന്ന പശ്ചാത്തലം, പ്രൈസ് ദി ലോർഡ്, യഹൂദ്യ പശ്ചാത്തലം. അവിടെ സ്തോത്രം, നമ്മളെ വീട്ടിലൊക്കെ നമുക്കൊരാടുണ്ട്. നമ്മളെ വീട്ടിലൊക്കെ ആട് വളർത്തുക എന്ന് പറഞ്ഞാൽ ഒരാട് ഉണ്ടെങ്കിൽ ആ ആടിനെ വീട്ടിൻ്റെ സൈഡിൽ എവിടെയെങ്കിലും പിടിച്ചാൽ കെട്ടിയും കിടും. എന്നിട്ട് ചെറിയൊരു ചായ്പൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് അതിനകത്ത് ഇതിനെയും കിട്ടങ്ങ് വളർത്തും. യഹൂദ പാരമ്പര്യത്തിലോ പാലസ്തീനിലോ അങ്ങനെയല്ല പശ്ചാത്തലം, പ്രൈസ് ദി ലോർഡ്. അവർ ഗ്രാമങ്ങളിലാണ് പാർക്കുന്നത്. അപ്പോൾ ഒരുപാട് കൂട്ടർ ഒരു ഗ്രാമത്തിൽ പാർക്കും. അവർക്ക് തുറസായ ഒരു വലിയ ആടുകളെ മേയ്ക്കുന്ന അല്ലെങ്കിൽ ആടുകളെ പാർപ്പിക്കുന്ന ഒരു സ്ഥലമുണ്ടാകും.
ഷീപ്പ് ഫോൾഡ് എന്ന് പറയും. ആടുകളെ പാർപ്പിക്കുന്ന ഒരു സ്ഥലത്തിൽ എനിക്കിപ്പോ ഒരു 100 ആടുണ്ടെന്ന് ഇരിക്കട്ടെ. രാജുപുത്രന് അടുത്തൊരു 100 ആടുണ്ട്, ഷാജുപുത്രന് ഒരു 100 ആടുണ്ട്. സ്തോത്രം. എൻ്റെ ആടുകളെ ഞാൻ കൊണ്ടുവന്ന് ഇതിനകത്തോട്ടങ്ങ് വിടും. രാജുപുത്രൻ കൊണ്ടുവന്ന് ആടുകൾ എന്ത് ചെയ്യും? ആ സ്ഥലത്തോട്ടങ്ങ് വിടും. ഷാജുപുത്രൻ്റെ ആടുകളെയും കൊണ്ടുവന്ന് ഇതിനകത്തങ്ങ് വിടും. എൻ്റെ ആടുകളും രാജുപുത്രൻ്റെ ആടുകളും ഷാജുപുത്രൻ്റെ ആടുകളും എല്ലാം ഇതിനകത്ത് തന്നെ നിൽക്കുന്നേ, കൂട്ടമായിട്ട് നിപ്പുണ്ട്. പിറ്റേ ദിവസം രാവിലെ അവിടെ സ്തോത്രം ഇതിന്റെ ഗേറ്റ് കീപ്പറായിട്ട് ഒരു മനുഷ്യൻ അതിന്റെ വാതിക്കൽ ഇരിക്കും. രാവിലെ ആകുമ്പോൾ പ്രൈസ് ദി ലോർഡ് ഷാജിബദർ ഇങ്ങോട്ട് വന്നിട്ട് ആടുകളെ നോക്കി ഒരു ശബ്ദം ഉണ്ടാക്കും. ആ ശബ്ദം കേൾക്കുമ്പോൾ ഷാജിബദറിന്റെ ആടുകൾ മാത്രം ഇറങ്ങിപ്പോകും. ആടുകൾ അവന്റെ ശബ്ദം കേൾക്കും. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ആടിന് അറിയാം എൻ്റെ ശബ്ദം. നമ്മൾ കർത്താവിന്റെ ശബ്ദം കേൾക്കണം. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ശബ്ദം നമ്മൾ കേൾക്കണം. ഓരോ ദിവസവും കർത്താവ് നമ്മൾ ഒരുപാട് ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. നമ്മുടെ സുഹൃത്തുക്കളുടെ ശബ്ദം കേൾക്കുന്നുണ്ട്, സ്തോത്രം, നമ്മുടെ ടീച്ചേഴ്സിന്റെ ശബ്ദം കേൾക്കുന്നുണ്ട്, നമ്മുടെ അയൽക്കാരുടെ ശബ്ദം കേൾക്കുന്നുണ്ട്, ഭർത്താവിന്റെ ശബ്ദം, ഭാര്യയുടെ ശബ്ദം, മക്കളുടെ ശബ്ദം, നമ്മൾ പലതും കേൾക്കുക. തമ്പുരാന്റെ ശബ്ദം കേൾക്കാറുണ്ടോ? When was the last time you heard him speaking to you? നിങ്ങളോട് കർത്താവ് അവസാനമായി എന്നാ സംസാരിച്ചേ? 23-ാം സങ്കീർത്തനം അതിന്റെ 1ഉം 2ഉം വാക്യങ്ങളൊന്ന് വായിച്ചേ. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവരെന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരിയിലേക്ക് എന്നെ നടത്തുന്നു. യഹോവ എൻ്റെ ഇടയനാ. പറയണം, എൻ്റെ ഇടയനാ. യഹോവ എൻ്റെ ഇടയനാ. സ്തോത്രം. ഈ ആടുകളൊക്കെ നോക്കിയിട്ട് ഷാജിബദർ രാവിലെ വന്നേച്ച് ആട്ടിൻകൂട്ടത്തിൽ വന്നിട്ട് ആയിരക്കണക്കിന് ആടുകൾ നിൽക്കുന്നിടത്ത് ഷാജിബദറിന്റെ ശബ്ദം കേൾക്കുമ്പോൾ ഷാജിബദറിന്റെ കൂട്ടത്തിലുള്ള ആടുകൾ മാത്രമാ പുറത്തേക്ക് ഇറങ്ങുന്ന, മറ്റു ആടുകൾ അവിടെ നിൽക്കും. കാര്യം എന്തെന്നറിയാമോ? ആട് പറയും, എൻ്റെ ഇടയൻ വന്നിട്ടുണ്ട്. സ്തോത്രം. ശബ്ദം കേൾക്കുമ്പോൾ തിരിച്ചറിയും. ശബ്ദം കേൾക്കണം. ഇടയന്റെ ശബ്ദം ആടുകൾക്ക് തിരിച്ചറിയാം. അത് പറയും, എൻ്റെ ഇടയൻ വന്നിട്ടുണ്ട്, അതെന്റെ ഇടയന്റെ ശബ്ദമാ. പ്രൈസ് ദി ലോർഡ്. ശത്രു പിടിച്ചാലും ശത്രു വല വിരിച്ചാലും, സ്തോത്രം, ചെന്നായിയുടെ ആടിന്റെ ശബ്ദം മാറുമ്പോൾ ഇടയൻ അറിയാം എൻ്റെ ആടിന് എന്തോ പ്രശ്നം പറ്റിയിട്ടുണ്ടെന്ന്. ഒന്ന്, ആടുകൾ ഇടയന്റെ ശബ്ദം അറിയും. 2, ആടുകളുടെ ശബ്ദം മാറുമ്പോൾ ഇടയൻ അറിയാം എൻ്റെ ആടിന് എന്തോ പ്രശ്നമുണ്ടെന്ന്. ഇന്ന് പകൽക്കാലം എൻ്റെ നിങ്ങളെ ശബ്ദം മാറുമ്പോൾ തമ്പുരാൻ അറിയാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മളെ ശബ്ദം മാറുമ്പോൾ തമ്പുരാൻ അറിയാം എൻ്റെ കുഞ്ഞിനെന്തോ രോഗം വന്നിട്ടുണ്ട്, അവളെന്തോ പ്രശ്നത്തിലാ, അവർക്കൊരു പ്രതികൂലമാ. ഒരുപക്ഷെ നമ്മുടെ വീട്ടുകാർക്ക് അത് അറിയത്തില്ല. നമ്മുടെ ശബ്ദം മാറിയത് നമ്മുടെ കൂട്ടുകാർ അറിഞ്ഞിട്ടില്ല, നമ്മുടെ കൂടെ നടക്കുന്നവർക്ക് അറിയത്തില്ല. എന്നാൽ പ്രൈസ് ദി ലോർഡ്, നമ്മുടെ ഉള്ളം അറിയുന്ന കർത്താവിന് നമ്മുടെ ശബ്ദം മാറുമ്പോൾ അവൻ പറയുക, അയ്യോളെ ശബ്ദം മാറിയിട്ടുണ്ട്, എന്തോ ഒരു പ്രതികൂലം എൻ്റെ കുഞ്ഞ് കടന്നു പോയിക്കൊണ്ടിരിക്കുക. നമ്മുടെ ശബ്ദം മാറും. സ്തോത്രം. നിങ്ങൾ പറയും, ഓ, നമ്മൾ ഈ ഫ്രണ്ട്സ്, സുഹൃത്തുക്കളെ, പിള്ളേരൊക്കെ സംസാരിക്കുമ്പോൾ കേട്ടിട്ടില്ലേ, യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് when my tone change. എൻ്റെ ശബ്ദം മാറുമ്പോൾ നിനക്ക് മനസ്സിലാകുന്നില്ലേ? മനസ്സിലാകത്തില്ല കുഞ്ഞുങ്ങളെ. പക്ഷെ മനസ്സിലാകുന്ന ഒരുവൻ അങ്ങ് മേളിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. ശബ്ദം, നിങ്ങളെ ശബ്ദം മാറുമ്പോൾ, ഉള്ളുലയുമ്പോൾ, അകത്ത് കരച്ചിൽ വരുമ്പോൾ, ഒരുപക്ഷെ മറ്റു പലർക്കും അത് മനസ്സിലാകത്തില്ല, പക്ഷെ മനസ്സിലാകുന്ന ഒരുവൻ അങ്ങ് മേളിലുണ്ട്. സ്തോത്രം, സ്തോത്രം. ഈ നയീനിലെ വിധവ, യേശു കർത്താവ് നടന്നു പോകുമ്പോഴാണ് നയീനിലെ വിധവയുടെ മകന് മരണപ്പെട്ടു പോയി അവനെ അടക്കം ചെയ്യാനായിട്ട് കൊണ്ടുപോകുന്നത്. എല്ലാവരും തിരക്കിട്ട് ഇവനെ അടക്കം ചെയ്തിട്ട് വേഗം വീട്ടിൽ പോകണം. സ്തോത്രം. അതല്ലേ സാധാരണ നടക്കുന്നത്. എല്ലാവരും അങ്ങനെ പോകുക. പ്രൈസ് ദി ലോർഡ്. ആരും ഈ അമ്മയെ ശ്രദ്ധിക്കുന്നില്ല. അവരെല്ലാവരും ശ്രദ്ധിക്കുന്നത് ഈ മരിച്ചുപോയ യവനക്കാരനാ. ആ സ്ത്രീ വിധവയായിരുന്നു, അവർക്ക് ഏകജാതനായ മകനായിരുന്നു. ഇനി നാളെ എങ്ങനെ ജീവിക്കുമെന്ന് ആ അമ്മയ്ക്ക് അറിയത്തില്ല. ഒറ്റ മോനാ, മരിച്ചുപോയി. പ്രൈസ് ദി ലോർഡ്. നാളത്തെ അത്താണി എങ്ങനെയാ, ജീവിതം എങ്ങനെയാ, ഒന്നും അറിയത്തില്ല. ഭർത്താവ് മുന്നമേ മരിച്ചുപോയി. ആ അമ്മ ഒറ്റയ്ക്കായി പോയി. അവരുടെ ഉള്ളിന്റെ വേദന അറിയുന്നത് ആ കൂടെ നിൽക്കുന്നവരാരും അറിയുന്നില്ല. എന്റെ കർത്താവ് ആ മനുഷ്യന്റെ അടുക്കിലേക്ക് വന്നില്ല, ആ ഡെഡ് ബോഡിയുടെ അടുക്കിലേക്ക് പോയില്ല, അവിടെ കൂടെ നിന്ന് ആളുടെ അടുക്കിലേക്കും പോയില്ല. ആ കരഞ്ഞുകൊണ്ട് നടക്കുന്ന അമ്മയുടെ അടുക്കിലേക്ക് പറഞ്ഞു, അമ്മയെ കരയണ്ട. ഞാൻ ചോദിച്ചേ, കർത്താവേ, എങ്ങനെ പോയാൽ ഒരു 100 പേര് ആ ഡെഡ് ബോഡിയുടെ ചുറ്റും നടക്കുന്നുണ്ടാവും, അവരാരും എന്താ അത് പറയാത്തെ? കർത്താവ് പറഞ്ഞു, അവരാരും അത് കണ്ടില്ല.
അവരൊരു കൂട്ടം കൂടാൻ ഒരു ചടങ്ങിന് വന്നവരാ. അത് കഴിഞ്ഞ് ചവരങ്ങ് പോകും. അവരാരും അത് കണ്ടില്ല. എന്നാൽ അത് കണ്ട ഒരാളെ ഉള്ളൂ, അത് ഉയരത്തിലെ കർത്താവാ. പ്രൈസ് ദി ലോർഡ്. അവരാരും കാണുന്നില്ല. ഞാൻ കരഞ്ഞത് അവരാരും അറിയുന്നില്ല. എന്റെ ഉള്ളം കലങ്ങിയിരിക്കുന്നത് ആർക്കും അറിയത്തില്ല. അവരെല്ലാവരും പറയുക, അയാൾ ചിരിക്കുന്നുണ്ട്, അവള് ചിരിക്കുന്നുണ്ട്, അവർക്ക് സന്തോഷമാ. എന്നാൽ ഉള്ളുലയുമ്പോ അതറിയുന്ന ഒരുവൻ ഉയരത്തിലുണ്ട്. അവൻ പറയുക, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുക, നീ എനിക്കുള്ളവൻ തന്നെ. നമ്മുടെ ഉള്ളം ഒലയുമ്പോ ദൈവങ്ങളെ, നമുക്ക് ചില വിഷയങ്ങളൊന്നും പറയാനൊന്നും പറ്റത്തില്ല മക്കളെ. എല്ലാവരോടൊന്നും പറയാൻ പറ്റത്തില്ല. സ്തോത്രം. ചില വിഷയങ്ങൾ ആരോടൊക്കെ പറഞ്ഞ് കാര്യം സാധിക്കാനൊന്നും പറ്റത്തില്ല. അത് നമ്മുടെ വിങ്ങല. ആ വിങ്ങല് കാണുമ്പോൾ കർത്താവിനറിയാം. ആടുകളുടെ ശബ്ദം മാറുമ്പോൾ ഇടയനറിയാം. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ശബ്ദം മാറുമ്പോൾ എൻ്റെ കർത്താവിന് അറിയാം. ഒന്നുകൂടെ ഭാഗം ഒന്ന് വായിച്ചേ. യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 3-ഉം 4-ഉം. അവന് വാതിൽ കാവൽക്കാരൻ തുറന്നു കൊടുക്കുന്നു, ആടുകൾ അവന്റെ ശബ്ദം കേൾക്കുന്നു, തന്റെ ആടുകളെ അവൻ പേർ ചൊല്ലി വിളിച്ചുകൊണ്ട് പുറത്തു കൊണ്ടുപോകുന്നു. വായിച്ച 4. തനിക്കുള്ളവയൊക്കെയും പുറത്തു കൊണ്ടുപോയ ശേഷം അവൻ അവയ്ക്ക് മുമ്പായി നടക്കുന്നു. ആടുകൾ അവന്റെ ശബ്ദം അറിഞ്ഞ് അവനെ അനുഗമിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആടുകൾ അവന്റെ ശബ്ദം കേൾക്കുന്നു, തൻ്റെ ആടുകളെ അവൻ പേർ ചൊല്ലി വിളിച്ച് പുറത്തു കൊണ്ടുപോകും. ഇത് മാത്രമല്ല, ഇടയന് ഓരോരുത്തർക്കും പേരിട്ടിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നമ്മൾ ചിന്തിക്കും എല്ലാ ആടുകളെയും ഒറ്റ വാക്കിൽ വിളിച്ചുകൊണ്ടാ പോകുന്ന. ചില ആടുകളെ അവൻ പേർ ചൊല്ലി വിളിക്കും. പ്രൈസ് ദി ലോർഡ്. അത് ലോകം വിളിച്ച പേരല്ല. ഇടയനൊരു പേരുണ്ട്. പ്രൈസ് ദി ലോർഡ്. അത് ലോകം തന്ന പേരല്ല. ഞാനൊരിക്കൽ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞൊരു സംഭവം ഞാനിങ്ങനെ കേൾക്കേണ്ടായി. അദ്ദേഹം പറഞ്ഞതാ. പ്രൈസ് ദി ലോർഡ്. അവരുടെ നാട്ടിലൊരു കൂന് ബാധിച്ച ഒരു അമ്മച്ചി ഉണ്ടായിരുന്നു. അപ്പൊ ഈ കൂനുള്ളവരെ സാധാരണ എന്ത് വിളിക്കും? കൂനി എന്ന് വിളിക്കും. അങ്ങനെയല്ലേ വിളിക്കുന്നേ? കൂന് നമ്മുടെ നാട്ടിൻ്റെ ഒരു പ്രത്യേകത, സവിശേഷം. നമ്മുടെ എവിടെ പോയാലും അതങ്ങനെ. പ്രൈസ് ദി ലോർഡ്. ഒരാളെ അയാളുടെ സ്വഭാവം വെച്ചോ, അയാളെ രീതി വെച്ചോ, അയാളെ ബലഹീനത വെച്ചോ പേര് വിളിക്കും. മുടന്തുള്ള മനുഷ്യനെ മൊണ്ടി എന്ന് വിളിക്കും. കൂനുള്ള സ്ത്രീയെ കണ്ടു കഴിഞ്ഞാൽ കൂനുള്ള അമ്മച്ചി എന്ന് പറയും. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ പേര് വെച്ചാണ് ലോകം വിളിക്കുന്നത്. എന്നാൽ കർത്താവ് വിളിക്കുന്നത് ആ പേരല്ല. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഈ കൂനുള്ള അമ്മച്ചിയെ എല്ലാവരും കൂനി എന്ന് വിളിച്ച് കൂനി അമ്മച്ചി എന്ന് വിളിച്ച് പ്രൈസ് ദി ലോർഡ്. നാട്ടിൽ അങ്ങനത്തെ പേരെ അറിയത്തുള്ളൂ. അപ്പം ഞാനീ പറഞ്ഞ എൻ്റെ ഒരു സുഹൃത്ത്, പ്രൈസ് ദി ലോർഡ്, കാരണം കൊച്ചുകാലത്തില്ല പോയി ഈ കൂനി അമ്മച്ചിയെ കണ്ടപ്പം കൂനി അമ്മച്ചി എന്ന് വിളിച്ചു. അപ്പോൾ ഈ സുഹൃത്തിൻ്റെ മാതാവും കൂടെ അടുത്ത് നിൽപ്പുണ്ട്. അപ്പോൾ മാതാവിന് ഇത് കേട്ടപ്പോൾ വലിയ വിഷമം വന്നു. അവർ പറഞ്ഞു, മോനെ, അമ്മച്ചിൻ്റെ പേര് കൂനി അമ്മച്ചി എന്നല്ല, അമ്മച്ചിക്ക് ഒരു പേരുണ്ട്. അത് ഞാൻ കേട്ടിട്ടില്ല. അമ്മച്ചി എല്ലാവരെയും വിളിക്കുന്നത് കൂനി അമ്മച്ചി എന്നാണല്ലോ എല്ലാവരും വിളിക്കുന്നത്. അപ്പം പിന്നെ എനിക്കറിയത്തില്ല, ആ പേരെന്തെന്ന് അറിയത്തില്ല. അപ്പം ആ മാതാവ് പറഞ്ഞു കൊടുത്തു, മോനെ, ഇതാണ് അമ്മച്ചിൻ്റെ പേര്, അതുകൊണ്ട് അമ്മച്ചി നീ കൂനി അമ്മച്ചി എന്ന് വിളിക്കരുത്, ഈ പേര് ചേർത്ത് അമ്മച്ചി എന്ന് വിളിക്കരുത്, അല്ലെങ്കിൽ അമ്മച്ചി എന്ന് വിളിച്ചോളാൻ പറഞ്ഞു. പിറ്റേ ദിവസം കണ്ടപ്പോൾ ഇദ്ദേഹം പുറത്തോട്ട് പോകുമ്പം ഈ അമ്മച്ചി, കൂനുള്ള അമ്മച്ചി അവിടെ നിന്ന് നടന്നു പോവുക. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ അടുത്ത് ചെന്നിട്ട് അമ്മച്ചിയുടെ പേര് പറഞ്ഞ് അമ്മച്ചി എന്ന് വിളിച്ചു. അമ്മച്ചി എന്ന് വിളിച്ച് അതിൻ്റെ കൂടെ അമ്മച്ചിയുടെ പേരും കൂടെ ചേർത്ത് പറഞ്ഞ് അമ്മച്ചി എന്ന് വിളിച്ചു. അമ്മച്ചി ഒന്നും പറഞ്ഞില്ല. അമ്മച്ചി അങ്ങ് സ്റ്റണ്ടായിപ്പോയി, സ്തംഭിച്ചു പോയി. കാരണം കുറെ കാലമായി അമ്മച്ചിയുടെ പേരാരെങ്കിലും വിളിച്ചിട്ട്, കുറെ കാലമായി അമ്മച്ചിയുടെ പേരാരെങ്കിലും വിളിച്ചിട്ട് പറയുന്നത് മുഴുവൻ എന്തുവാ? ആ കൂനി അമ്മച്ചില്ലേ, ആ കൂനി തള്ളയില്ലേ, ഈ പേര് പറഞ്ഞ് കേട്ട് അമ്മച്ചിക്കും അതങ്ങ് ശീലമായി പോയി. ആരും തന്റെ പേര് പറയാറില്ല, ആരും തന്നെ നന്നായിട്ടൊന്നും വിളിക്കാറില്ല. എന്നാൽ കർത്താവ് നിങ്ങളെ ലോകം വിളിക്കുന്ന പേരല്ല വിളിക്കുന്നത്, തമ്പുരാൻ വിളിക്കുന്ന പേര്. പ്രൈസ് ദി ലോർഡ്. അവൻ നമ്മളെ കണ്ട പേരാ. അന്നയെ നോക്കി വെച്ച് ലോകം വിളിച്ചു. പ്രൈസ് ദി ലോർഡ്. അവൾ മച്ചിയായ സ്ത്രീയാ. പെനിന്ന അവളെ ഞെരുക്കി, അവളെ മുഷിപ്പിച്ച്, അവളെ വിഷമിപ്പിച്ചിട്ട് അവളോട് പറയും, നിനക്ക് മക്കളില്ല, നീ മച്ചിയായ സ്ത്രീയാ. എന്നാൽ കർത്താവ് പറഞ്ഞു, ഹന്നയെ, നീ മച്ചിയല്ല. പ്രൈസ് ദി ലോർഡ്. നീ മക്കളെ പ്രസവിച്ച് നീ ഭാഗ്യവതി എന്ന് ലോകം നിന്നെ വിളിക്കും. രക്തസ്രാവം ബാധിച്ച സ്ത്രീയെ വിളിച്ചേച്ച് ലോകം മുഴുവനും പറഞ്ഞു, അവൾ രക്തസ്രാവമുള്ള സ്ത്രീയാ. പ്രൈസ് ദി ലോർഡ്. അവൾ രോഗം ബാധിച്ചവളാ, അവൾ രോഗിയാ. പ്രൈസ് ദി ലോർഡ്. അവളെ മാറ്റി നിർത്ത് എന്ന് ലോകം പറഞ്ഞപ്പോൾ തമ്പുരാൻ പറഞ്ഞു, അവൾ രോഗിയല്ല, അവൾ എന്റെ പൈതലാ. ആ
നോക്കിയിട്ട് ലോകം വിളിച്ചു പറഞ്ഞു അവന് മക്കളില്ലാത്ത തലമുറയില്ലാത്ത ഒരുവനാ. തമ്പുരാൻ പറഞ്ഞു, നിങ്ങൾ അവനെ കാണുന്നത് മക്കളില്ലാത്തവനായിട്ടാണെങ്കിൽ ഞാൻ കാണുന്നത് പ്രൈസ് ദി ലോർഡ് ബഹുജാതികളുടെ പിതാവായിട്ടാ. ലോകം എന്ത് കണ്ടെന്നുള്ളതല്ല. മനുഷ്യർ പലതും പറയും. കൂനിയമ്മച്ചിന്ന് വിളിച്ച് കൂനി തള്ളയെന്ന് വിളിക്കുമ്പോ അമ്മച്ചിക്കൊന്നും പറയാനില്ല. അങ്ങനെ വിളിക്കണ്ടെന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ ആ ലോകം. എന്നാൽ തമ്പുരാൻ ഒരു പേര് വിളിക്കും. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഇപ്പോഴേ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലെ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ലോകം പറഞ്ഞു നീ ഉബായ, കർത്താവ് പറഞ്ഞു നീ ഇസ്രായേലാ. പ്രൈസ് ദി ലോർഡ്. ലോകം പറഞ്ഞു നീ ഉബായ, നിനക്കൊരു നന്മ ഉണ്ടാകത്തില്ല, നീ രക്ഷപ്പെടത്തില്ല എന്ന് ലോകം പറഞ്ഞപ്പോ കർത്താവ് പറഞ്ഞു ഞാൻ നിന്റെ പേര് മാറ്റുവാ, നീ ഇനി ഉബായ അല്ല, നീ ഇസ്രായേൽ എന്ന് പറഞ്ഞ ദൈവത്തിന്റെ സ്വന്തം ജനമാ. ലോകം പലതും പറഞ്ഞ് മാറ്റി നിർത്തുമ്പോ കർത്താവിനോട് ചേർന്ന് നടക്കാൻ ഒരു തീരുമാനമെടുത്ത പ്രൈസ് ദി ലോർഡ് ദൈവം നമ്മളെ മാനിക്കും. രണ്ട് തരത്തിലുള്ള ആടുകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഒന്ന്, ഇടയൻ കൊണ്ടുപോകുന്ന ആടുകളുണ്ട്. ഇടയന്റെ കയ്യിൽ ഒരു ചെറിയ വടി കാണും അല്ലേ, വലിയ ഭയങ്കര നീളമുള്ള ഒരു വടിയും പിടിച്ച് ഒരു വാളും പിടിച്ചുകൊണ്ട് ഏതെങ്കിലും ഇടയൻ പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉണ്ടാവേ ഇല്ല. ഒരു കുഞ്ഞു വടി കാണും, അത് പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ അവിടെ ഇങ്ങോട്ട് തട്ടി അങ്ങോട്ട് അങ്ങനെ കൊണ്ടങ്ങ് പോകും. അപ്പോൾ ആടുകളെ കൊണ്ടുപോകാനായിട്ട് ഇടയൻ ഒരു വശമുണ്ട്, അവനങ്ങ് പറഞ്ഞ ആടുകൾ കേൾക്കും. ഇനി വേറൊരു ഇടയനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ ഇറച്ചിക്ക് ആടുകളെ കൊണ്ടുപോകുന്ന ആളുടെ കണ്ടിട്ടുണ്ടോ? അവൻ്റെ കയ്യിലൊരു ചാട്ടയിരിക്കും. അവൻ കൊണ്ടുപോകുന്നത് വളർത്താനല്ല, കൊല്ലാനാ. അവൻ്റെ കയ്യിലിരിക്കുന്നത് ചെറിയ വടിയല്ല, ചാട്ടയാ. അവനീ പൊക്കൊണ്ടിരിക്കുന്ന ആടുകൾക്കിട്ട് തലങ്ങും വിലങ്ങും അടിക്കും. അത് വേദന കൊണ്ട് അങ്ങോട്ടോടും ഇങ്ങോട്ടോടും അതിൻ്റെ പുറം പൊട്ടും, അത് വേദനിച്ച് കരയും. അത് കരയുന്നത് കണ്ടാലും ഈ ഇടയന് ഉള്ളില് ആന്തലൊന്നുമില്ല, അവന് വിഷമമൊന്നും വരത്തില്ല, അവന് വേദനയൊന്നുമില്ല. കാരണം ഈ കൊണ്ടുപോകുന്നതിനെ വളർത്താനല്ല, കൊല്ലാനാ കൊണ്ടുപോകുന്നേ. കൂട്ടം തെറ്റരുത്. നിന്റെ ഇടയൻ മാറിപ്പോകരുത്. പ്രൈസ് ദി ലോർഡ്. ഇടയൻ മാറിയാൽ, അതുകൊണ്ടാണ് വചനം പറയുന്നത് കള്ളൻ പ്രൈസ് ദി ലോർഡ് അവനകത്തു വരുന്നത് അറുപ്പാനും മുടിപ്പാനും കൊല്ലുവാനും അത്രേ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഈ ഇടയന്റെ കൂടെ സ്തോത്രം ഇറച്ചി വെട്ടുവാനായിട്ട് കൊണ്ടുപോകുന്ന ഇടയന്റെ കയ്യിലിരിക്കുന്ന ചാട്ടക്കിട്ടിട്ട് അവൻ ഒരിക്കലും കരുതത്തില്ല, അയ്യോ എന്റെ ആടിന് വേദനിക്കുക, ഞാൻ അവനെ ഉറക്കെ അടിക്കാൻ പാടില്ല എന്ന് അവന് തോന്നത്തില്ല. ഇവന്റെ ശബ്ദം മാറി ഈ ആടുകൾ കരയുമ്പോ അയ്യോ എന്റെ ആട് കരയുക, അതിന് വേദനിക്കുവാന്ന് അതിന് തോന്നത്തില്ല. കാരണം എന്തുവാ? അവനൊരൊറ്റ ഉദ്ദേശമുള്ളൂ, വേഗത്തിൽ ഇതിനെ കൊണ്ടുപോകണം, ഇതിനെ പീസ് ആക്കി പ്രൈസ് ദി ലോർഡ് ഇതിനെ ഇറച്ചിയാക്കി ഒന്നുകിൽ കഴിക്കണം അല്ലെങ്കിൽ വിൽക്കണം, അതിന് വേണ്ടി മാത്രം കൊണ്ടുപോകുക. അവൻ അതിനോട് കരുണയില്ല. എന്നാൽ കരുണയുള്ളൊരു കർത്താവുണ്ട്. അവൻ നല്ല ഇടയനാ. അവൻ ആടുകളുടെ ശബ്ദം തിരിച്ചറിയാം. ആടുകളുടെ ശബ്ദം മാറുമ്പോൾ പറയും, കുഞ്ഞെ നിനക്ക് എന്താ പറ്റിയേ, നിന്റെ ശബ്ദം എന്താ വല്ലാണ്ടിരിക്കുന്നേ? സ്തോത്രം. നിന്റെ ശബ്ദം ഇന്നത്തെ പോലെ അല്ലല്ലോ, നിനക്കെന്തോ ഒരു വിഷമമുണ്ട്. നീ എന്ത് വിഷമമോ കൊണ്ട് കിടക്കുന്നത്? പറ, നീ എന്തിനാ ഒറ്റയ്ക്കാ വിഷമം ചുമക്കുന്നത്? നിന്റെ സകല ചിന്താകുലോ നീ എൻ്റെ മേലൊന്നിട്. നീ എന്തിനാ അത് ചുമക്കുന്നത്? നീ അത് ചുമക്കേണ്ട ആവശ്യമില്ല, നീ അത് ഒറ്റയ്ക്ക് വഹിക്കേണ്ട ആവശ്യമില്ല. നിനക്കൊത്തിരി ഭാരമുണ്ട്, നിന്റെ ഉള്ളു വെങ്ങുക. നിന്റെ രാത്രി കിടന്നുറങ്ങുമ്പോൾ പ്രൈസ് ദി ലോർഡ് ആരും അറിയാതെ നീ കണ്ണുനീര് കൊണ്ട് നിന്റെ തലയിണയെ നനയ്ക്കുന്നത് ആരും കണ്ടില്ലെങ്കിലും ഞാൻ കണ്ടു. പ്രൈസ് ദി ലോർഡ് നീ മാറി നിന്ന് കരയുന്നതും വിങ്ങുന്നതും ആരും കണ്ടില്ലെങ്കിലും ഞാൻ കണ്ടു. നിന്റെ ശബ്ദം മാറിയത് ആരും തിരിച്ചറിഞ്ഞില്ലെങ്കിൽ എനിക്കത് തിരിച്ചറിയാൻ കഴിയും. കാര്യം ഞാൻ നിന്റെ ഇടയനാ. പ്രൈസ് ദി ലോർഡ്. ലോകം വിളിച്ച പേരല്ല മാമേ എൻ്റെ കർത്താവ് ഇട്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ലോകം അവർക്ക് തോന്നിയ പേരിടും, എന്നാൽ കർത്താവ് ഒരു പേരിട്ടിട്ടുണ്ട്. കർത്താവ് കാണുന്നതെന്നറിയാമോ? നമ്മളിലൂടെ ദൈവം ചെയ്തെടുക്കാൻ പോകുന്ന ദൈവ പ്രവൃത്തിയാണ് നമ്മുടെ പേര്. പ്രൈസ് ദി ലോർഡ്. ഗിദെയോനെ നോക്കിയിട്ട് പറഞ്ഞു അവൻ ഭീരുവല്ല, അവൻ പരാക്രമശാലിയാ. പേടിച്ചിരിക്കുക. മിദ്യാന് സൈന്യം വന്ന് നട്ടതിനെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് പേടിച്ചിരിക്കുമ്പോൾ ദൈവം വിളിക്കുക, ഇവൻ ഭീരുവല്ല, ഇവൻ പരാക്രമശാലിയാ. നിങ്ങളെ ലോകം വിളിച്ച പേരല്ല കർത്താവ് വിളിച്ചിരിക്കുന്നത്. ഇന്ന് പകൽക്കാലം കർത്താവിനോട് പറ, കർത്താവേ
എനിക്കിട്ട പേര് എൻ്റെ ജീവിതത്തിൽ ഒന്ന് അന്വർത്ഥമാവട്ടെ. കർത്താവേ, അവിടെ നിന്ന് എനിക്കിട്ട പേര് എൻ്റെ ജീവിതത്തിൽ നിന്ന് നടക്കട്ടെ. ഞാൻ ലോകമിട്ട പല പേരുകളും എന്നെക്കുറിച്ച് പ്രൈസലോട് മറ്റുള്ളവർ കളിയാക്കി വിളിക്കുന്നത്, എന്നെ ശിരസ് താഴത്തക്ക രീതിയിൽ അവരെന്നെ കളിയാക്കി വിളിക്കുന്നത്, എന്നെ കുറ്റപ്പെടുത്തി വിളിക്കുന്ന പല പേരുകളുമുണ്ട്. എന്നാൽ എൻ്റെ പേര് മാറ്റുന്ന, എൻ്റെ അഡ്രസ്സ് മാറ്റുന്ന എൻ്റെ കർത്താവിൻ്റെ പാദപീഠത്തിലാ ഞാൻ ഇന്ന് പകൽക്കാലം വന്നിരിക്കുന്നത്. അവനോട് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ പ്രൈസലോട് എൻ്റെ പേര് മാത്രമല്ല, അവൻ എൻ്റെ അഡ്രസ്സും മാറ്റുന്ന ദൈവം. ആ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ഒരു വാക്യം കൂടെ വേഗത്തിൽ വായിച്ചേ. 23 സങ്കീർത്തനം വരെ 4-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ. നല്ല ഇടയൻ കൂടെ ഇരിക്കും. പ്രൈസ് ദി ലോർഡ്. ബാക്കിയുള്ളതൊക്കെ പോകുന്നേ. കൂടെ നിൽക്കാന്ന് പറഞ്ഞാലും ഉണ്ടെന്ന് പറഞ്ഞാലും ഞാനുണ്ട്, പേടിക്കണ്ട എന്നൊക്കെ പറയുന്ന ആൾക്കാരില്ലേ, ഇച്ചിരി കഴിയുമ്പോൾ കാണത്തില്ല. നിങ്ങൾ പേടിക്കണ്ട, അതങ്ങനാ. എന്നാൽ കൂടെ നിൽക്കുന്ന ഒരുത്തനേ ഉള്ളൂ, അതെൻ്റെ കർത്താവ്. നിങ്ങളുടെ ഏത് സാഹചര്യമായാലും വിട്ടുകളയാതെ നമ്മോട് കൂടെ ഇരിപ്പാൻ ഒരുവനേ ഉള്ളൂ, അത് ഉയരത്തിലെ കർത്താവ്. ഇന്ന് പകൽക്കാലം പ്രൈസ് ദി ലോർഡ്, ഒരുപക്ഷെ നിങ്ങൾ പറയും, എൻ്റെ കൂടെ നിൽക്കുവാൻ എനിക്ക് എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, എൻ്റെ കൂടെ നിൽക്കുവാൻ എനിക്ക് എൻ്റെ മക്കളുണ്ട്, എനിക്ക് എൻ്റെ കൂടെ നിൽക്കുവാൻ എൻ്റെ ഭർത്താവുണ്ട്, ഭാര്യയുണ്ട്, എനിക്ക് എൻ്റെ കൂടെ നിൽക്കുവാൻ എൻ്റെ ബന്ധുക്കളുണ്ട്, ചാർച്ചക്കാരുണ്ട്. എന്നാൽ കർത്താവിൻ്റെ വചനം പറയുക, ആരെല്ലാം മറന്നാലും മറക്കാത്ത ഒരുവൻ ഉയരത്തിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും. ലൂക്കോസ് സുവിശേഷത്തിനകത്തെ മുടിയനായ പുത്രന്റെ ഉപമ പറയുന്നതിന്റെ കൂട്ടത്തിൽ കർത്താവ് വേറൊരു ഉപമ പറഞ്ഞിട്ടുണ്ട്. എന്തുവാ അത്? ഒരിടയന് 100 ആട് ഉണ്ടെന്നിരിക്കട്ടെ. പറ. അതിൽ ഒന്ന് കളഞ്ഞുപോയി. ഇടയൻ എന്ത് ചെയ്തു? പോട്ടെ എന്ന് വെച്ചിട്ട് ബാക്കി 99 കൊണ്ട് വീട്ടിൽ പോയി. ആ 1 പിന്നെ നോക്കിപ്പോയില്ല എന്നാണോ? ഇല്ല. പിന്നെന്ത് ചെയ്തു? 99 വിട്ടേച്ച് 99 അവിടെ വിട്ടേച്ച് സ്തോത്രം, ഒന്നിനും കർത്താവ് വലിയതാ. പ്രൈസ് ദി ലോർഡ്. മറ്റുള്ളവർ പറയും, ഓ അവളെ ഇനി പരിഗണിക്കേണ്ട, അവളെ കുറിച്ച് ഇനി പറയണ്ട, ഓ അത് പുകഞ്ഞ കൊള്ളി പുറത്താ, അതിനെ നോക്കേണ്ട കാര്യമില്ല, അതിന് വലിയ വില കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് കർത്താവ് പറയുക, അതെനിക്ക് പ്രിയപ്പെട്ടതാ. പ്രൈസ് ദി ലോർഡ്. മറ്റുള്ളവർ പറയും, ഓ അതിന് വലിയ പ്രാധാന്യമൊന്നും കൊടുക്കേണ്ടത്, ഓ അതിന് വലിയ പ്രാധാന്യമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നാൽ കർത്താവ് പറയുക, 99 അല്ല, അതിൽ നിന്ന് മാറിപ്പോയ ആ ഒരെണ്ണത്തിനെ തേടി ഇടയൻ മടങ്ങി വരുന്ന ഒരു നല്ല ഇടയനോടാ ഞാൻ നിങ്ങളും പ്രാർത്ഥിക്കുന്നത്. കളഞ്ഞു പോയതിന് വേണ്ട എന്ന് വെക്കുന്ന ലോകത്ത് പ്രൈസ് ദി ലോർഡ്, മനുഷ്യൻ ഒരു പക്ഷേ എന്തെങ്കിലും ബലഹീനത സംഭവിച്ചു കഴിഞ്ഞാൽ അവനെ ചവിട്ടി താഴ്ത്തി പുറകോട്ട് മാറ്റിക്കളയുന്ന ഈ ലോകത്ത് എന്നെയും നിങ്ങളെയും തേടി വരുന്ന ഒരു കർത്താവ്. ഹല്ലേലൂയ. ആരും വരാതിരിക്കുന്നിടത്ത്, ആരും തിരിഞ്ഞു നോക്കാതിരിക്കുമ്പോ, ആരും കൈതരാതിരിക്കുമ്പോ, ആരും ഒന്ന് ചേർത്ത് പിടിപ്പാൻ മടി കാണിക്കുന്ന സമയത്ത് എന്നെയും നിങ്ങളെയും ചേർത്ത് പിടിപ്പാൻ, എന്നോട് നിങ്ങളോട് ചേർന്ന് നടക്കുവാൻ കർത്താവ് പറയുക, കൂരിരുൾ താഴ്വരയിൽ നീ കൂടെ നടന്ന ഞാൻ നിന്നെ കൈവിടത്തില്ല. പ്രൈസ് ദി ലോർഡ്. 99 വിട്ടേച്ച് ഒരെണ്ണത്തിനെ തേടി വരുക. കളഞ്ഞതിനെ എന്തെങ്കിലും തട്ടുകേട് പറ്റി ഒരു ക്ഷീണം സംഭവിച്ചിട്ട് ഒന്ന് താളടിയായി ഒന്ന് ക്ഷീണിച്ചു പോയാൽ മനുഷ്യർ മറക്കും. ക്രമേണ പറയുമ്പോൾ ഇനി അത് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. എന്ന കർത്താവ് പറയുക, ഞാൻ കൈവിടത്തില്ല. അതെന്നെ നോക്കി ഇറങ്ങിയതാ, അതെൻ്റെ മുഖം നോക്കി ഇറങ്ങിയതാ, അതെന്നോട് പ്രാർത്ഥിച്ചതാ. ഓ എൻ്റെ പാട്ടുപാടി എൻ്റെ നാമം ചുമന്നതാ. അതിനെ വഴിയിൽ ഉപേക്ഷിക്കാനുള്ളതല്ല മാമേ. പ്രൈസ് ദി ലോർഡ്. തമ്പുരാൻ മടങ്ങി വന്നിട്ട് അതിനെടുത്ത് ഞാൻ ഇങ്ങനെ ചിന്തിക്കുമോ, 99 വിട്ടേച്ച് ഈ കാണാതെ പോയ ഒന്നിനെ തേടി വന്നിട്ട് എന്തുവാ ചെയ്തേ? അതിനെ കിട്ടിയപ്പോ എടുത്ത് തോളത്തും വെച്ചോണ്ട് പോവുക. ഇടയനെ മനസ്സിലായോ? പ്രൈസ് ദി ലോർഡ്. അതിനെ വിട്ടേച്ച് അതിനെ വലിച്ചുകൊണ്ട് പോവുകയല്ല, അതിനെ എടുത്ത് നീ നടന്ന് ക്ഷീണിച്ചു. പ്രൈസ് ദി ലോർഡ്. നിന്റെ കാലുകൾ കുഴഞ്ഞു, നീ വല്ലാതെ ആയിപ്പോയി, എല്ലാവരും നിന്നെ കൈവിട്ടു, നീ വല്ലാത്ത ക്ഷീണത്തില്ല, ഇനി നിനക്ക് നടക്കാൻ കഴിയത്തില്ല, നീ കൈ ചോദിച്ചിട്ട് ആരും തന്നില്ല, നിന്നെ സഹായിപ്പാൻ ആരും കൂട്ടാക്കിയില്ല. കുഞ്ഞെ നീ വാ, ഞാൻ നിന്റെ തോളത്ത് ചുമക്കാം. വീണുപോയ ആടിനെ തോളത്ത് ചുമക്കുന്ന ഒരു നല്ല ഇടയൻ.
പ്രൈസ് ദി ലോർഡ്. കൂട്ടം തെറ്റി വീണുപോയി, ക്ഷീണിച്ചു പോയി, നടക്കാൻ കെൽപ്പില്ലാതെ ശേഷിയില്ലാതിരിക്കുന്ന ആടിനെ തോളത്ത് ചുമന്നുകൊണ്ട് പറയുക, പ്രൈസ് ദി ലോർഡ്, നീ വീണുപോയതാ, അതുകൊണ്ട് ഞാൻ എൻ്റെ തോളിൽ നിന്നെ ചുമക്കാം. കൂരിൽ താഴ്വരയിൽ കൂടി നടക്കാനും നല്ല ബാങ്ക് ബാലൻസ് ഉണ്ട്, നല്ല സമ്പത്തും പൈസയും ഒക്കെ ഉണ്ട്. ഒരുപാട് പേര് കാണും. നിങ്ങൾ ഈ കൂരിരുളിൻ്റെ അനുഭവം മോളാ വാക്യം ഒന്നുകൂടെ ഒന്ന് വായിച്ച്, റീഡ് ഇറ്റ് ഇൻ ഇംഗ്ലീഷ്. വേഴ്സ് 4. കൂരിരുൾ താഴ്വര, മരണത്താഴ്വര എന്ന വാലി ഓഫ് ഡെത്ത്, മരണത്താഴ്വരയിൽ കൂടി നടക്കുമ്പോൾ നമുക്കൊരു തട്ടിടുന്ന ആരെയും കാണുമോ? പിന്നെ ഫോൺ വിളിച്ചെടുക്കത്തില്ല. വിളിച്ചാൽ പറയും ഞാൻ നല്ല തിരക്കായി പോയി, അതുകൊണ്ട് വിളിക്കാൻ പറ്റിയില്ല, വരാൻ പറ്റിയില്ല. സ്തോത്രം. ഇയ്യോബിൻ്റെ പുസ്തകത്തിലെ ഇയ്യോബിൻ്റെ നല്ല കാലത്ത് അവിടെ ഭയങ്കര ആൾക്കാരാണ്. ബന്ധുക്കൾ വരുന്നു, ചാർച്ചക്കാർ വരുന്നു, വിരുന്നു കഴിക്കുന്നു, എല്ലാവരും ഉണ്ട്. ഇയ്യോബിനൊരു തട്ടുകേട് പറ്റി, ആരെയും കാണാനില്ല. കൂരിരുൾ താഴ്വരയിൽ കൂടി നടക്കും, എല്ലാവരും കൈവിടും. കർത്താവ് പറയുക, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ഇന്ന് പകൽക്കാലം ഇടയനെ ഒന്ന് ശരിക്കും തിരിച്ചറിഞ്ഞോളണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ വാക്ക് പറഞ്ഞത് നിർത്തുക. ഇടയൻ ആടുകളെ തിരിച്ചറിയുന്നത് പല രീതിയിലാണ്. ഒന്ന്, ആടുകൾക്ക് ഇടയൻ്റെ ശബ്ദം കേട്ടാൽ മനസ്സിലാകും എൻ്റെ ഇടയനാത്. ആ ശബ്ദം എനിക്കറിയാം, ഏത് ഉറക്കത്തിലും അറിയാം എൻ്റെ കർത്താവ് സംസാരിക്കുക, എൻ്റെ ഇടയൻ്റെ ശബ്ദമാ. 2, ഈ ആടിനും ഇടയനും തമ്മിൽ വ്യക്തിപരമായൊരു ബന്ധമുണ്ട്. അതെന്നറിയാമോ? അതുകൊണ്ടാ ഇടയൻ വന്ന് വിളിക്കുമ്പോൾ ആടിറങ്ങി അങ്ങ് പോകുന്നേ. നിങ്ങൾ എത്രത്തോളം ദൂരത്ത് നിൽക്കുവോ അത്രത്തോളം ബന്ധം കുറഞ്ഞിരിക്കും. ഇടയൻ ഒത്തിരി ദൂരത്തിൽ നിന്നിട്ട് നോക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ് എല്ലാ ആടുകളും ഒരുപോലെ കാണും. എന്നാൽ ആടുകൾ എത്രത്തോളം ഇടയൻ്റെ അടുക്കലോട്ട് വരുമോ അത്രത്തോളം ഇടയന് ആടിനെ തിരിച്ചറിയാം. ദൂരോട്ട് പോവരുത്, ഇടയനെ വിട്ട് ഒത്തിരി അകലത്തോട്ട് പോവരുത്. ഇടയനോട് പറ്റിച്ചേർന്ന് നിൽക്കണം, ഇടയനോട് പറ്റിച്ചേർന്ന് നിൽക്കണം.